സർ, ഇവിടെ കാണേണ്ടത് ആകെ ഈ കാലയളവിൽ വർധനവ് വരുത്തുന്നത് 2016 മുൻപുള്ള ടേമിലാണ്. 2016 മുൻപുള്ള ടേമിൽ വർധനവ് വരുത്തിയപ്പോൾ 500 രൂപയുണ്ടായിരുന്നത് 600 രൂപയാക്കി. ആ വർധനവ് കടലാസിലായിരുന്നു, അത് കൊടുത്തിരുന്നില്ല. സർ, ഇവിടെ കുറച്ചുകൂടി പിറകിലോട്ട് പോയാൽ 2006 ഞങ്ങൾ LDF ഗവൺമെൻറ് അധികാരത്തിൽ വരുമ്പോൾ അന്ന് ചെറിയ സംഖ്യയാണ് കൊടുക്കാനുണ്ടായിരുന്നത്. ആ തുക 28 മാസത്തതായിരുന്നു കുടിശ്ശിക. 2006 VSൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് അധികാരത്തിൽ വന്നപ്പോൾ ആദ്യം തീരുമാനിച്ചത് ആ കുടിശ്ശിക കൊടുത്തു തീർക്കാനാണ്. അങ്ങനെ നിങ്ങളുടെ ഈ ക്ഷേമ പെൻഷൻ്റെ കാര്യത്തിലുള്ള ഒരു തരം മുഖം തിരിഞ്ഞു നിൽക്കൽ എത്ര ക്രൂരമായിരുന്നു എന്നുള്ളത് ഓർക്കണം. ചില്ലിക്കാശാണെന്ന്. പക്ഷെ അതുപോലും 1-2 അല്ല, 1-2 വർഷം, 28 മാസം, 2 വർഷവും 4 മാസവും കൊടുക്കാനായിരുന്നു ബാക്കി 26. സർ, അത് കഴിഞ്ഞ് കൃത്യമായി ആ പെൻഷൻ LDF സർക്കാർ കൊടുത്തു വന്നു. 2011 UDF വീണ്ടും അധികാരത്തിൽ വന്നു. എന്താ ഈ അവസ്ഥ? ആ ഘട്ടത്തിലാണ് 500-ൽ നിന്ന് 100 രൂപ വർദ്ധിപ്പിച്ചത്. അത് കടലാസിലാണെന്ന് ഞാൻ പറഞ്ഞത് എന്തുകൊണ്ട്? ഞങ്ങൾ 2016 അധികാരത്തിൽ വന്നപ്പോൾ കൊടുക്കാനുള്ള പെൻഷൻ്റെ കാര്യം എന്താണെന്ന് അന്വേഷിച്ചു. 18 മാസത്തെ കുടിശ്ശിക. ആ 18 മാസത്തെ കുടിശ്ശികയും കൊടുക്കാൻ ഞങ്ങളാണ് തീരുമാനിച്ചത്. അത് കൊടുത്തു തീർക്കുക മാത്രമല്ല സർ, 600-ൽ നിന്ന് പടിപടിയായി വർധനവ് തുടങ്ങി. അങ്ങനെയാണ് 2021 ആകുമ്പോഴേക്ക് 600 1600 മാറുന്നത്. ഇതെല്ലാം നാടിൻ്റെ ചരിത്രത്തിൻ്റെ ഭാഗമല്ലേ? ആ വസ്തുത ബഹുമാനായ പ്രതിപക്ഷ നേതാവ് മറച്ചു വെക്കുന്നത് ശരിയാണ്. ക്ഷേമനിധി തകരുകയല്ല. ഇവിടെ നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധിയെപ്പറ്റി ചില പ്രശ്നങ്ങൾ പറയുകയുണ്ടായി. അവർക്ക് അവരുടേതായ ചില പ്രശ്നങ്ങളുണ്ട് എന്നുള്ളത് ശരിയാണ്. സർക്കാർ അതിൽ ഫലപ്രദമായി ഇടപെട്ടിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി ആ ഉള്ള കുടിശ്ശികകൾ കൊടുത്തു തീർക്കാൻ പറ്റുന്ന തരത്തിൽ അവരെ സാമ്പത്തികമായി സജ്ജമാക്കാനുള്ള ഒരുക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒരു ഭാഗം നടന്നിട്ടുണ്ട്, അതിൻ്റെ ഭാഗമായി ഒരു ഭാഗം നൽകി കഴിഞ്ഞിട്ടുണ്ട്. ബാക്കി കാര്യങ്ങളും ഉടനെ തന്നെ പൂർത്തിയാകും എന്നുള്ളതാണ്